നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ മഹേശ്വരായ നമോ നമ, വിഘ്നേശ്വരായ നമോ നമ, പാർവതിയമ്മേ ഭഗവതിയെ നമോ നമ, ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമ, ഓം അയ്യപ്പസ്വാമിയെ നമോ നമ, ഓം കാളിയമ്മേ, ഓം ദുർഗാദേവി കാവ്യ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം, ആ മാറ്റത്തിലൂടെ ഉണ്ടാകുന്ന സമൃദ്ധി തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും സവിശേഷമായ മാറ്റങ്ങൾ സ്വാഭാവികമായും 5 രാശിക്കാർക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ തന്നെ വലിയ അനുഗ്രഹം നേടിക്കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. 5 രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെ വളരെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്ന തരത്തിൽ ശനി വ്യാഴ അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കുന്ന വിശേഷമായ മുഹൂർത്തമാണ് വന്നു ചേരാൻ പോകുന്നത്. 2026 ശനിയുടെയും വ്യാഴത്തിൻ്റെയും സവിശേഷമായ മാറ്റങ്ങൾ, വിശേഷിച്ച് ശനിയുടെ വക്രഗതിയും വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റങ്ങളും വളരെ അനുകൂലമായിരിക്കുന്ന സ്ഥിതിയാണ് 5 രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ശനി കർമ്മകാരനും വ്യാഴം ഭാഗ്യധനകാരകനും ആണല്ലോ. തീർച്ചയായിട്ടും ശനിയുടെ കർമ്മകാരത്വം കൊണ്ടും വ്യാഴത്തിൻ്റെ ഭാഗ്യധനകാരകത്വം കൊണ്ടും വളരെ വളരെ ഭാഗ്യദായകമായ അനുഭവ വ്യവസ്ഥകളാണ് 5 രാശിക്കാരിൽ വന്ന് നിറയാൻ പോകുന്നത്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഈ മാറ്റം 5 രാശിക്കാരുടെ കർമ്മഗതിയിലും അതുപോലെ തന്നെ കരിയർ വ്യവസ്ഥകളിലും സാമ്പത്തികമായ വ്യവസ്ഥകളിലുമൊക്കെ വലിയ മാറ്റമാണ് സംജാതമാക്കുന്നത്. 5 രാശിക്കാർക്ക് വന്നു ചേരുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിലാദ്യത്തേത് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മുടങ്ങിക്കിടന്ന ജോലിയുടെ തടസ്സങ്ങൾ മാറും എന്നുള്ളതാണ്. കർമ്മ മേഖല വളരെയധികം പുഷ്ടിപ്പെടുന്നതായ കാലമാണിത്. ഏത് കർമ്മത്തിലാണോ ഈ രാശിജാതരായിരിക്കുന്ന നക്ഷത്ര ജാതർ പ്രവർത്തിച്ചു നിൽക്കുന്നത്, ആ പ്രവൃത്തി മേഖല വളരെയധികം പുരോഗമനത്തിൻ്റെതായ വ്യവസ്ഥയിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ വിശേഷമായിരിക്കുന്ന കീർത്തിക്ക് പാത്രീഭൂതമാകുന്ന അവസ്ഥ ഈ രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുതിച്ചുചാട്ടം തന്നെയായിരിക്കും തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഒരു ജോലി ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്നിലധികം ജോലികൾ വന്നു ചേരുന്നതായിട്ടുള്ള അവസ്ഥകൾ സംജാതമാകുന്നതാണ് ഈ ഭാഗ്യനിമിഷം എന്ന് പറയുന്നത്. പഴയ കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനാഗമം തീർച്ചയായും ഈ രാശി നക്ഷത്ര ജാതരിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി പോലെയൊക്കെയുള്ള ധനാഗമ വ്യവസ്ഥിതികൾ തീർച്ചയായും അനുഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സായുജ്യ നിമിഷമാണ്
ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗതിമാറ്റത്തിലൂടെ ഈ നക്ഷത്ര രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക്, പങ്കാളിത്ത ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് തീർച്ചയായും പുരോഗമനത്തിൻ്റെ വലിയ പാതകൾ തന്നെ സൃഷ്ടിച്ച് മുന്നേറാൻ കഴിയും. പുതിയ പുതിയ മേഖലകളിൽ അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കുവാൻ കഴിയും. പുതിയ മേഖലകളിലൂടെ വളർന്നു കയറുന്നതിനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ശനിയാകുന്ന കർമ്മദേവനിലൂടെയും ഭാഗ്യധന ദേവനായിരിക്കുന്ന വ്യാഴത്തിൻ്റെതായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലും ജീവിതത്തിൽ വന്നു ചേരും. വളരെ വളരെ ഉയർച്ചയാണ് ഈ രാശി നക്ഷത്ര ജാതർക്ക് വരാൻ പോകുന്നത്. അടുത്തത് മിഥുന രാശിയാണ്. മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുന രാശി. വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുഗ്രഹ ദൃഷ്ടി കാരണം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഭാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിനനുസരിച്ചു തന്നെ ഫലം വന്നു ചേരുന്ന സൗഭാഗ്യ നിമിഷമാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാരിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യത്തിൻ്റെതായ പിന്തുണ ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനപരമായ നേട്ടമുണ്ടാകും. സാങ്കേതിക വിദ്യകളിലൂടെ മുന്നേറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക മേഖലയിലെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒട്ടനവധി പദ്ധതികളിൽ ബന്ധപ്പെട്ട് വിജയമുണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി തൊഴിലിനുള്ള സാധ്യതയും നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ പഠനത്തിനോ ജോലി ആവശ്യത്തിനായോ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന മിഥുന രാശി നക്ഷത്ര ജാതർക്ക് സംജാതമാകുന്ന കാലമാണിത്. അതുപോലെ തന്നെ മാനസികമായ സമ്മർദ്ദങ്ങൾ കുറഞ്ഞ് പുതിയ പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കാനും ആ പ്രോജക്റ്റുകളിലൂടെ വിജയം കൈവരിക്കുവാനും സാധ്യമാകുന്ന ഒരുപാട് അനുഗ്രഹ മുഹൂർത്തങ്ങൾ വന്നു ചേരുന്ന നിമിഷമാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗതിമാറ്റത്തിലൂടെ വന്നു ചേരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. മിഥുനം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായ ധാരാളം അനുഭവ മുഹൂർത്തങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രം ചേരുന്ന കർക്കിടകം രാശി. വരവിനേക്കാൾ ചിലവ് വർദ്ധിച്ചു നിന്ന കാലമായിരുന്നു കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ളത്. ഇനി അത് മാറുക തന്നെ ചെയ്യും. സാമ്പത്തികമായ വളർച്ചയുടെയും സാമ്പത്തികമായ ഉയർച്ചയുടെയും സമൃദ്ധിദായകമായ ജീവിത പാത തന്നെയാണ് ഈ രാശിക്കാരുടെ മുൻപിൽ തെളിയാൻ പോകുന്നത്. ഭാഗ്യക്കുറി പോലെയുള്ള വൻപൻ നേട്ടങ്ങൾ ഈ രാശിക്കാരിൽ വന്നണയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. നേട്ടങ്ങളുടെ അത്ഭുതപ്പെടുത്തുന്ന നിലവാരമുള്ള വ്യവസ്ഥകളാണ് ഈ രാശി നക്ഷത്ര ജാതരിൽ വന്നു നിറയാൻ പോകുന്നത്. സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്ന നിലയിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ മാറും. വളരെ നേരത്തെ എത്ര ശാന്തമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നുവോ അതേപോലെ തന്നെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലൂടെ സൗഹൃദമായിരിക്കുന്ന ജീവിതത്തിൻ്റെ സന്തോഷത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് കഴിയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മുൻകാല നിക്ഷേപങ്ങളിൽ വളരെ കൂടുതൽ ധന സാധ്യത കാണുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലം കൂടിയാണിത്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും പൂർണ്ണമായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് വളരെ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണിപ്പോൾ. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി, തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ നേടാൻ കഴിയുന്ന വ്യവസ്ഥിതി തുടങ്ങിയവയൊക്കെ വന്നു ചേരുന്ന ഭാഗ്യ മുഹൂർത്തമാണ് കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ഓഫീസിൽ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതമാകാനുള്ള അനുഗ്രഹമുണ്ട്. അതുപോലെ അർഹമായ സ്ഥാനങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു പോകുന്നതിനായിട്ടുള്ള ഭാഗ്യവും കർക്കിടകം രാശി നക്ഷത്ര ജാതരിലുണ്ട് എന്നുള്ളതാണ്. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നി രാശി. ദീർഘകാലമായി നേരിട്ടിരിക്കുന്ന കേസുകൾ, വഴക്കുകൾ, തർക്കങ്ങൾ, മറ്റ് ജീവിത പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. കന്നി രാശിക്കാരിൽ ജനിച്ച നക്ഷത്ര ജാതരിൽ ഭാഗ്യദായകമായി
അവർക്ക് അനുകൂലമായി തീരുന്ന തരത്തിൽ വന്നു ഭവിക്കും. എല്ലാ കേസുകളും പ്രശ്നങ്ങളും കന്നിരാശി നക്ഷത്ര ജാതർക്ക് അനുകൂലമായിട്ടായിരിക്കും വന്നു ചേരുന്നത്. ശനിയുടെ വക്രഗതിയും വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റങ്ങളും തീർച്ചയായും വലിയ അനുഗ്രഹം നൽകി സംരക്ഷിക്കുക തന്നെ ചെയ്യും കന്നിരാശിക്കാരായ നക്ഷത്രജാതരെ. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരും. ചിട്ടി, ലേലം തുടങ്ങിയവ ഈ രാശിക്കാർക്ക് അനുകൂലമായി വന്ന് കയ്യിൽ ധാരാളം ധനം ഉണ്ടാകുന്ന വ്യവസ്ഥിതി ഉണ്ടാവുക തന്നെ ചെയ്യും. പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാനും വിപണിയിൽ അത് സാധ്യമാക്കാനും കഴിയുന്ന തരത്തിൽ കന്നി രാശിക്കാരിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം നിലനിൽക്കും. അതുപോലെ തന്നെ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് തീർത്തും ഭാഗ്യദായകമായ അനുഭവം ഉണ്ടാവും. വളരെ ഭാഗ്യദായകമായ ശാരീരിക വ്യവസ്ഥ സംജാതമാകപ്പെടുന്ന സമയം കൂടിയിട്ടാണിത്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാലത്ത് ചേരുന്ന ധനുരാശി വസ്തു, വീട്, വാഹനം, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ധനുരാശി നക്ഷത്ര ജാതർക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാരമ്പര്യ സ്വത്തുകളിൽ നിന്നുള്ള ലാഭം, പാരമ്പര്യ സ്വത്ത് ലഭിക്കൽ തുടങ്ങിയവയും ഈ നക്ഷത്ര ജാതരിലേക്ക് വന്നു ചേരും. പ്രൊഫഷണൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഇവരെ തേടിയെത്തും. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതമാകും ഈ നക്ഷത്ര ജാതർ. തൊടുന്നതെന്തും ഭാഗ്യദായകമായി വന്നു ചേരുന്ന ഭാഗ്യ നിമിഷങ്ങൾ തന്നെയാണ് ശനിയുടെ വക്രഗതിയിലൂടെയും വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റത്തിലൂടെയും ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ, വലിയ തുകകൾ തന്നെ കൈകളിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ ധനു രാശി നക്ഷത്ര ജാതർക്ക് കഴിയും. അതിനുള്ള അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും. സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി വരുന്നത് അനുഭവിക്കാൻ യോഗ്യതയുണ്ടാവും. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ധനുരാശി നക്ഷത്ര ജാതർക്ക് അത് സാധ്യമാകും. തീർച്ചയായിട്ടും ഈ ഭാഗ്യ ഉദയം നിലനിൽക്കുന്ന രാശി നക്ഷത്ര ജാതർ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും ഭഗവത് ചൈതന്യങ്ങളുടെ അനുഗ്രഹം നേടിയെടുക്കുകയും ചെയ്യുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.